ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിട്ട് ഏതാണ്ട് 4 മാസമായി. ഇപ്പോൾ കബറടക്ക ചടങ്ങ് തുടങ്ങുകയാണ്. അതായത് 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ചടങ്ങ് നിൽക്കുന്നത്. 9-ാം തീയതി ആയിരിക്കും ഈ ഖബർ അടക്കം എന്ന് പറയുന്നത്. പക്ഷേ മകൻ മുജ്തബ ഖമനേയി അച്ഛൻ്റെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. അതിന് കാരണം അമേരിക്കയോ ഇസ്രയേലോ ഇവർക്ക് നേരെ ആക്രമണം നടത്താം. അതെന്താണ് അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് നമുക്കൊരു സംശയം തോന്നാം. ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത അനുസരിച്ച്, അതായത് ഈ ഒത്തുതീർപ്പ് ചർച്ച, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗാച്ചി, അവിടുത്തെ സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗർ കാലിബാഫ്, ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്താനുള്ള ശ്രമം ഇസ്രായേൽ നടത്തിയിരുന്നു. ആ അറ്റംപ്റ്റ് ഒരുപക്ഷെ പരാജയപ്പെട്ടതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മുജ്തബ ഖമനേയി പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു. 1 കോടിയോളം ആളുകൾ ഈ ടെഹ്റാനിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വലിയൊരു ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു നീക്കമായിരിക്കും. അതുകൊണ്ട് ഈ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കഴിഞ്ഞ 3 മാസമായി നിലനിൽക്കുന്ന ചില ദുരൂഹതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആയത്തുള്ള അലി ഖാംനേയിയും 40-ലേറെ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും ഒക്കെ ഈ അണ്ടർഗ്രൗണ്ട് പാലസിൽ, ഭൂമിക്കടിയിലുള്ളൊരു പാലസിന് പോലും കൃത്യമായി മൊസാദിൻ്റെ കൃത്യമായി തകർത്തു എന്ന് പറഞ്ഞ അർത്ഥം. അന്ന് മുതലേ ഉള്ള ഒരു ചോദ്യമുണ്ട്, അതിലാരാണ് ബാക്കിയുള്ളത്? അപ്പോൾ ഇറാൻ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുജ്തബ ബാക്കിയുണ്ട്. മുജ്തബയുടെ പേരിൽ ഇടയ്ക്ക് ചില പോസ്റ്റ് ഇടുക. മുജ്തബ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ശ്രദ്ധിച്ചോ? മുജ്തബ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. മുജ്തബയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ വരുന്നുണ്ട്. അത് നമുക്കറിയാലോ. ഏത് ഭരണാധികാരിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? ആരുടെ ഇല്ലല്ലോ. നമ്മുടെ ചെറിയ ചെറിയ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും MLA-മാരുടേത് പോലും അവരല്ല. അപ്പോൾ ഒരു സംശയം തുടക്കത്തിലേ ഉണ്ട്, മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കോമ സ്റ്റേജിലാണ് ഒരു വാർത്ത വന്നിരുന്നു. മുജ്തബ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. 3-ാമത്തേത് വന്നത് മാരകമായ പരിക്കേറ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ഈ 90 ദിവസം കഴിയുമ്പോഴെങ്കിലും നമുക്ക് കിട്ടിയ വാർത്ത, അലി ഖാംനേയിയുടെ ഫ്യൂണറൽ, മരണാനന്തര ചടങ്ങുകൾ നടക്കുമെന്ന് പ്രഖ്യാപിച്ചു. ജൂലൈ 4 മുതൽ 9 വരെ ഇറാനിലും ഇറാഖിലുമായിട്ടാണ് നടക്കുക. കാരണം അത് ഒരു അന്തർദേശീയ പദ്ധതിയാണ്. 1 കോടി ആളുകൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്ന ഇറാൻ്റെ തെരുവിൽ മാത്രമല്ല, ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ കൂടി ആത്മീയ നേതാവാണ്. ഷിയാക്കളുടെ ആത്മീയ നേതാവ് മരിച്ചാൽ അവരുടെ ഏറ്റവും പുണ്യപ്പെട്ട 2 സ്ഥലങ്ങളിലെങ്കിലും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കണം. 2 സ്ഥലങ്ങളിൽ ആ 2 സ്ഥലങ്ങൾ ഇറാഖിലാണ്. 1 കർബല, 2 നജാഫ്. ഈ നജാഫ് ആരാന്ന് വെച്ചാൽ, ഷിയാക്കൾ എന്ന് പറയുന്നത് ഇമാം അലിയുടെ അനുയായികളാണ്. പ്രവാചകൻ്റെ ജാമാതാവായിരുന്നു. പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയുടെ ഭർത്താവായിരുന്ന അലി, അദ്ദേഹമാണ് പ്രവാചകന് ശേഷം ഭരിക്കേണ്ടത്, മറ്റാരുമല്ല എന്ന് വംശീയമായി തന്നെ. അതിന് പല കാരണങ്ങളുണ്ട്. അക്കാലത്തെ വംശീയത, ഈ അമവികളും ഹാഷിമികളും തമ്മിലുള്ള തർക്കം, 2 വംശങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, ഗോത്രപ്പോരാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും പ്രവാചകൻ്റെ ആദ്യത്തെ അനുയായിയാവാൻ, ആദ്യത്തെ പിന്തുടർച്ചക്കാരനാവാനുള്ള എല്ലാ അവകാശവും അലിക്കാണ് എന്ന വാദമാണ് ഇവർ ഉന്നയിച്ചത്. പ്രവാചകൻ്റെ കുടുംബം, ആ പ്രവാചകൻ്റെ കുടുംബവും യഥാർത്ഥ അനുയായികളും ഒക്കെ ആ പക്ഷമാണ്, ഷിയത്ത് അലി എന്ന് പറയുന്ന പക്ഷമാണ് ഷിയാക്കൾ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ അലി, ഇമാം അലി, പക്ഷെ അന്ന് ആയില്ല. അതാണ് തർക്കം. അങ്ങനെയാണ് സുന്നികളും ഷിയാക്കളും രണ്ടാകുന്നത്. പ്രവാചകന് ശേഷമുള്ള 1-ാമത്തെ ഖലീഫ, പ്രവാചകന് ശേഷം പിന്നെ പ്രവാചകന്മാരില്ലല്ലോ, 1-ാമത്തെ ഖലീഫ. അത് 1-ാമത്തെ ഖലീഫ വന്യവയോധികനായ അബൂബക്കർ ആണ് ആയത്. എന്നാൽ പിന്നെ 1 കഴിഞ്ഞ് 2-ാമത്തേത് അലി എടുത്തില്ല. 2-ാമത് ഉമറാണ് 2-ാമത്തെ ഖലീഫ. 3-ാമത്തേതും സ്വീകരിച്ചില്ല. 3-ാമത്തേത് ഉസ്മാനാണ് വന്നത്. 3ഉം കഴിഞ്ഞിട്ട് 3-ാമത്തെ ആൾ പക്ഷേ ഈ രൂക്ഷമായ കലാപത്തിൽ മുസ്ലിങ്ങൾ തന്നെ കൊന്നു. 3-ാമത്തെ പ്രവാചകൻ കൊല്ലപ്പെടുകയാണ്. ഉസ്മാൻ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അലി വന്നു. പക്ഷെ അതുകൊണ്ട് കലാപം തീർന്നില്ല. അവിടെ കലാപം കൂടുക, അലിയും കൊല്ലപ്പെട്ടു. അതാണ് ഉണ്ടാകുന്നത്. പിന്നെ അലിയുടെ പുത്രനാണ് ഹുസൈൻ. അപ്പോൾ 2 കാര്യം, ഈ അലിയുടെ ഇവരുടെ ഇമാമായ അലിയുടെ ഈ മക്ബറ, കല്ലറ ഉള്ളത് നജാഫിലാണ്. അവിടെയാണ് ആത്മീയ നേതാവിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ഒന്ന് നടക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ കർബലയാണ്. അതെന്താ? അലിക്ക് ശേഷമുള്ള അടുത്ത തലമുറ അലിയുടെ പുത്രൻ ഹുസൈനാണ്.
അദ്ദേഹം കൊല്ലപ്പെട്ടത് കർബല യുദ്ധത്തിലാണ്. ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് കർബലയിൽ യുദ്ധം ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല. മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന് വെച്ചാൽ, പ്രവാചകന്റെ കുടുംബത്തിനെതിരായി അക്കാലത്തെ ഭരണകൂടം, മുസ്ലിം ഭരണകൂടം, സുന്നി ഭരണകൂടം നടത്തിയ പോരാട്ടം. യസീദ് എന്ന് പറയുന്ന ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവുമാണ് പ്രവാചകന്റെ കുടുംബത്തിൽ അവശേഷിച്ച ഈ അലിയുടെ പുത്രൻ ഹുസൈൻ, ഇമാം ഹുസൈനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 70 പേരെ കൊല്ലുന്നത് അവിടെ കർബലയിൽ. അപ്പോൾ കർബല ഇവർക്കൊരു പുണ്യഭൂമിയാണ്. ആ കർബല യുദ്ധം നടന്ന ഓർമ്മയാണ് മുഹറം. അതാണ് ഷിയാക്കളുടെ ഷിയാക്കളുടെ, കാരണം അന്ന് അവരുടെ ആത്മപീഡയാണ്. അവിടെ വെച്ചാണ് ഞങ്ങളെ ഇല്ലായ്മ ചെയ്തത് എന്നാണ് ഷിയാക്കളുടെ വാദം. അപ്പോൾ ഈ 2 സ്ഥലത്തും പോകണം. ഇത് ഇറാഖിലാണ്, അത് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അതായത് ഇറാനിൽ നിന്ന് ഈ ഭൗതിക ശരീരവുമായി ഇറാഖിലേക്ക് യാത്ര ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇറാന്റെ തെരുവുകൾ. ഇറാന്റെ തെരുവ് എന്ന് പറഞ്ഞാൽ ടെഹ്റാനിലാണല്ലോ ആസ്ഥാനം. ടെഹ്റാനിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ജന്മഗ്രാമമുണ്ട്, കുറെ ഉള്ളിലാണ്, ഉൾപ്രദേശത്ത്, അലി ഖാംനയുടെ. അങ്ങോട്ട് മാർച്ച് ചെയ്യും. അപ്പോൾ കോടികൾ തെരുവിൽ, അന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാ ഇറാനികളും അന്ന് തെരുവിലുണ്ടാവും. അവരെ വകവരുത്താൻ എളുപ്പമാണ്. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ജൂലൈ 4 മുതൽ 9 വരെ അലി ഖാംനയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ 2 കാര്യം ഉറപ്പായി മീഡിയക്ക്. ഒന്ന്, ആ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകാനെങ്കിലും മുജ്തബ പുറത്തു വരും. മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തെളിയുന്ന സന്ദർഭമായിരിക്കും അത്. ലോകമെങ്ങുമുള്ള ക്യാമറ കണ്ണുകൾ കാത്തിരിക്കുകയാണ്. മുജ്തബയെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല. അലി ഖാംനയുള്ള കാലത്ത് മുജ്തബക്ക് റോളില്ല. അദ്ദേഹത്തിന് പിന്നാലെ ആരും ക്യാമറയായിട്ട് പോകാറില്ല. സ്വകാര്യ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ളത്. മുജ്തബ രംഗത്ത് വരുമല്ലോ, മുജ്തബയെ ഒന്ന് മീഡിയക്ക് കാണാമല്ലോ, ലോകത്തിന് മുമ്പിൽ കാണാമല്ലോ, കാണിച്ചു കൊടുക്കാമല്ലോ എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം മുജ്തബ വേണം, അതാണ് നിയമം. ഒരു ആത്മീയ നേതാവിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടത്തേണ്ടത്, അതിന് കാർമ്മികത്വം വഹിക്കേണ്ടത് അടുത്ത ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ മകനാണല്ലോ. അല്ലെങ്കിൽ മകനാണ് മകന് എന്നത് ഈ ഷിയാ കേന്ദ്രത്തിലുള്ള അധികാരമേ അല്ല. മകനായി ആവാതിരിക്കാം, പക്ഷേ ആത്മീയ നേതൃത്വത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാവണം, അടുത്ത ആളാവണം. അതാരും ആവാം. പക്ഷെ മുജ്തബയാണ് ഇവർ തിരഞ്ഞെടുത്തത്, ഇപ്പോൾ ഉള്ളതിൽ ഭേദം എന്ന നിലയിൽ. അപ്പോൾ മുജ്തബ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിക്ക് മുജ്തബ വേണം ഇതിനൊക്കെ നേതൃത്വം നൽകാൻ. അപ്പോൾ മുജ്തബ രംഗത്ത് വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് 2 കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ജൂലൈ 4 മുതൽ 9 വരെ ഫ്യൂണറൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം എന്താ? ഒന്ന്, ഈ ഫ്യൂണറൽ നടത്തണമെങ്കിൽ അവിടെ സമാധാനം വരണം. തിരക്കിട്ടൊരു സമാധാന കരാർ ഒപ്പുവെച്ചതിൻ്റെ പിന്നിൽ പോലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. 90 ദിവസമായി ഡെഡ് ബോഡി, ഈ ചിന്നിച്ചെതറിയ ഡെഡ് ബോഡി ഒന്നിച്ചു കൂട്ടി ഏതാണ്ട് അവിടെ വെച്ചിരിക്കുകയാണല്ലോ. ഇത് ശവസംസ്കാരം ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ ഒരു കളമൊരുങ്ങി. കാരണം വെടിനിർത്തൽ വന്നല്ലോ. വെടിനിർത്തൽ വന്നപ്പോൾ ഇതിനു കൂടി വേണ്ടിയാണ് എളുപ്പത്തിൽ വെടിനിർത്തലിന് അവർ വഴങ്ങിയത്. ഇല്ലെങ്കിൽ അത് ആത്മീയമായി ഇവരുടെ വലിയ കുറ്റമായി വിലയിരുത്തപ്പെടും ലോകത്തിലെ ഷിയ സമൂഹം. അപ്പോൾ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ എളുപ്പമായി ശവസംസ്കാരം പ്രഖ്യാപിച്ചു. പക്ഷെ വെടിനിർത്തലിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. അതെന്താ? വെടിനിർത്തലിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. ഇസ്രായേൽ ഒരിക്കലും വെടിനിർത്തിയിട്ടില്ല. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ലെബനോണിൽ നിർത്തൂല. അപ്പോൾ പൊട്ടിച്ചു 40 എണ്ണത്തിനെ ഒരുമിച്ച്. പരസ്യമായി ഇസ്രായേൽ അമേരിക്കൻ കരാറിനെ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ അമേരിക്ക മുൻകൈ എടുത്ത് സ്ഥാപിച്ച പാകിസ്ഥാനെ ഒരു കാഴ്ചക്കാരനായി വെച്ചുകൊണ്ട് അവൻ്റെ പേരിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഈ വെടിനിർത്തലുണ്ടല്ലോ, അത് നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇസ്രായേലിന് ഒരു പക്ഷേ താല്പര്യമുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. ആ നേരത്ത് ആൾക്കൂട്ടത്തിന് നേരെ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഏറ്റവും വലിയ ആൾക്കൂട്ടത്തെ ഒരുമിച്ച് നശിപ്പിക്കാൻ പറ്റിയ അവസരമാണ്. ഇറാൻ പൗരന്മാരെ മൊത്തം നശിപ്പിക്കാൻ പറ്റിയ സന്ദർഭം. 4 ബോംബ് 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വർഷിച്ചാൽ മതി. ഒന്ന്. രണ്ടാമത്തെ ഒരു സാധ്യത എന്താ? രണ്ടാമത്തെ സാധ്യത, മുജ്തബ എങ്ങാനും രംഗത്ത് വന്നാൽ മുജ്തബയെ നേരിട്ട് വകവരുത്താം എന്ന് പറഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഇറാന്റെ 2 ആത്മീയ നേതാക്കളെ ഒരുമിച്ച് കൊല്ലാനുള്ള സന്ദർഭം കൂടിയാണ്. ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു സംഗതി ഇതാണ്. ഒന്ന്, ഇസ്രായേലിനെ ഇറാൻ ഇപ്പോഴും ഭയപ്പെടുന്നു. മുജ്തബയെ പുറത്തിറക്കാൻ ഇറാന് ധൈര്യമില്ല. ഒന്നുകിൽ, അല്ലെങ്കിൽ നമ്മുടെ മീഡിയ നേരത്തെ മണത്തറിഞ്ഞതും അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതുമായ ഒരു വസ്തുതയുണ്ട്. അത് സത്യമാകാം, അല്ലായിരിക്കാം. അതെന്താണ്? മുജ്തബ ജീവിച്ചിരിപ്പില്ല.
അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൊജിതബ. കാരണം മൊജിതബ അധികാരമേറ്റതിന് ശേഷം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ ഇതുവരെ ജനങ്ങളെ അഭിസംബോധന ചെയ്തില്ല. കാരണം ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും നിർണായകമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അബ്ബാസ് അരഗാച്ചി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി ഇറാൻ്റെ പലപ്പോഴും ചർച്ചകളിലൊക്കെ മുന്നിട്ട് നിന്നാണ്. അതിനുശേഷം സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഗർ കാലിബാഫ്, ഇവരെ രണ്ടുപേരും കൊലപ്പെടുത്താനായിട്ട് ഇസ്രയേൽ ശ്രമം നടത്തി. എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രയേലും, ഇപ്പോൾ ഇസ്രയേൽ വെടിനിർത്തിയിട്ടില്ല, അമേരിക്കയും കൂടെ സഹകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഈ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഇസ്രയേൽ ഒരു വ്യോമാക്രമണം നടത്തുകയോ അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം കോടികളാണ് ഇവിടെ ഒരു തെരുവിലേക്ക് ഇറങ്ങുന്നത്. അതിൽ എത്ര ജനങ്ങൾ. അപ്പോൾ ഇതിനെ ഒരു വംശഹത്യയായിട്ട് വേണം ചിത്രീകരിക്കാം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വംശഹത്യ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. അവർക്കെതിരെ എപ്പോഴും ഉയരുന്ന ആരോടും അവർ വംശഹത്യ നടത്തുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന അവരുടെ എക്കാലത്തെയും ശത്രുവിനെ ഇല്ലാതാക്കാൻ ഈ മുജ്തബ ഖമനേയ്ക്കൊപ്പം ഒരു നീക്കം നടത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു. തീർച്ചയായിട്ടും തള്ളിക്കളഞ്ഞൂടാ. പക്ഷേ അതിനകത്ത് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഇറാൻ പറയേണ്ടത് എന്തുകൊണ്ട് മുജ്തബ രംഗത്ത് വരുന്നില്ല. അത് ഭയപ്പെട്ടിട്ടാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. ഭയം കൊണ്ടാണ് യുദ്ധത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്, സത്യസന്ധമായി ഇറാൻ പക്ഷത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നാൽ നമുക്ക് വിശ്വസിക്കാം. അല്ലാത്ത കാലത്തോളം മുജ്തബ പകൽ വെളിച്ചത്തിൽ പുറത്തു വരുന്നത് വരെ നമുക്കിതൊന്നും ഒരു മായക്കാഴ്ചയായിട്ടേ കാണാൻ പറ്റുള്ളൂ. വിശ്വസിക്കാൻ വയ്യ. മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ, മുജ്തബക്ക് ബോധമുണ്ടോ എന്നത് ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ട വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.